Hello friends, welcome to 𝙑𝙤𝙙𝙬𝙧 channel. My name is Ajay. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Freo സേവിനെ കുറിച്ചാണ്. അപ്പോൾ Freo Pay എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. Freo Pay എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പേ ലെറ്റർ സർവീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന QR കോഡൊക്കെ വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമുക്ക് ആപ്പിൽ കൂടെ നമുക്ക് ഒരു 6000 രൂപ വരെ നമുക്ക് ഒരു ഇത് കിട്ടും. അത് നമുക്ക് മന്ത്ലി അടച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കണ്ടോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കട്ടെ. ലേറ്റസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അവരുടെ തന്നെയാണ് നമ്മുടെ Freo സേവ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് ഓൺലൈനിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഫുള്ളി ഡിജിറ്റലായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പോയിന്റ്സ് നോട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ടല്ലോ, അവരായിട്ടാണ് ഇത് ആക്ച്വലി ടൈപ്പ് ചെയ്തിട്ടാണ് അവരുടെ അക്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു 7% വരെ നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതായത് നമുക്ക് നോർമൽ സേവിങ്സ് അക്കൗണ്ടിനെക്കാട്ടും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് ഒരു Freo സേവ് എന്ന് പറഞ്ഞാൽ ആപ്പാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ആപ്പാണ്. ഈ ആപ്പിൽ കൂടെ നമുക്ക് നോർമൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. വേറെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ആപ്പിൽ ഇത് മൊബൈലിൽ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വെച്ചാൽ ജസ്റ്റ് നമ്മുടെ പേരിന് ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക, ആധാർ കാർഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ഔട്ടാണ്. ഇത്തിരി സമയം വേണ്ടു. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരുന്നില്ല. പിന്നെ അത് സംശയിക്കണമെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ പിന്നെ അതിന് നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് എല്ലാ ബാങ്കുകളും RBI അപ്രൂവ്ഡ് ബാങ്കുകൾക്കും നമുക്ക് ശരിക്കും ഒരു 5 lakhിൻ്റെ ഒരു ഇൻഷുറൻസ് പോലെ ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഈ ബാങ്കിൻ്റെ അക്കൗണ്ടുകൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സേഫാണ്. RBI സൈഡിലത്തെ ഒരു RBI അപ്രൂവ്ഡ് പ്രകാരമുള്ള റൂള് ഉള്ള ഒരു ബാങ്കാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ പോയിന്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്താ പറയുക, ഡൗട്ട് അടിക്കേണ്ട, വലിയ പ്രോബ്ലം ഇല്ലാത്ത സംഭവം തന്നെയാണ്. ഇത് ആക്ച്വലി നിയോ ബാങ്കിങ് ആണെന്ന് വെച്ചാൽ നിയോ ബാങ്കിങ് തന്നെയാണ്. അപ്പോൾ നിയോ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇക്വിറ്റാസ് ബാങ്കിൻ്റെയാണ്. അപ്പോൾ ഇക്വിറ്റാസ് സ്മോൾ ബാങ്ക് സൗത്തിലൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ അത്യാവശ്യം നല്ല സർവീസാണ്. നമ്മുടെ ഈ സഫ് ബാങ്ക് പോലത്തെ ഒരു ബാങ്കാണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. വലിയ കുഴപ്പമില്ലാത്ത ഇവർക്ക് തന്നെയായിട്ട് നമുക്ക് ഇവർക്ക് ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ വേറെ ഇവരൊക്കെ എന്താ പറയുക, വേറെ നിയോ എക്സ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. അതും അതിൻ്റെ അക്കൗണ്ടും ശരിക്കും ആക്ച്വലി ഇക്വിറ്റാസ് ബാങ്കിൻ്റെ തന്നെയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല സംഭവമാണ്. എനിക്ക് ആക്ച്വലി മറ്റേ അക്കൗണ്ട് ഉണ്ട്. അവരെ KYC ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, ഫുൾ KYC. അപ്പോൾ ഇതിൻ്റെ Freo സേവ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയിട്ടാണ്. നല്ല നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും, ഈസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയത്തിൻ്റെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടാലോ. ബൈ.